നമസ്കാരം. ഫോക്കസ് കേരള ന്യൂസിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പാലക്കാട് മണ്ഡലം ആണ് നമ്മൾ പരിശോധിക്കുന്നത്. തവണ മത്സരം സാധാരണയല്ല. UDF തരംഗം ശക്തമാകുന്നുണ്ടോ? LDFിനെതിരെ ഭരണവിരുദ്ധത ഉയരുന്നുണ്ടോ? BJPയുടെ വർഗീയ രാഷ്ട്രീയം തിരിച്ചടിയാകുന്നുണ്ടോ? ഇതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. പാലക്കാട് മണ്ഡലത്തിൽ പ്രധാന പോരാട്ടം മൂന്ന് മുന്നണികൾ തമ്മിലാണ്. UDF സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടി, LDF സ്ഥാനാർത്ഥിയായി NMR റസാഖ്, NDA സ്ഥാനാർത്ഥിയായി ശോഭ സുരേന്ദ്രൻ. മൂന്ന് പേരും ശക്തമായ സ്ഥാനാർത്ഥികളാണെങ്കിലും ഈ തിരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ വിധി നിർണ്ണയിക്കുന്നത് രാഷ്ട്രീയ അന്തരീക്ഷമാണ്. വീഡിയോ തുടരുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള വ്യക്തമായ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഫോക്കസ് കേരള ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കേരളമൊട്ടാകെ ഇപ്പോൾ കാണുന്നത് ഒരു UDF അനുകൂല തരംഗം ഉയരുന്ന സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് പഞ്ചായത്തു തലത്തിൽ ഇത് കൂടുതൽ വ്യക്തമായി പ്രകടമാകുന്നു. സാധാരണ ജനങ്ങളിൽ ഒരു മാറ്റത്തിനുള്ള ആഗ്രഹം ശക്തമായി ഉയരുന്നുവെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം LDF സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭരണവിരുദ്ധതയാണ്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ജനങ്ങളുടെ അസന്തോഷം ഇവയെല്ലാം ചേർന്നപ്പോൾ സർക്കാരിനെതിരെ ഒരു പ്രതിഷേധ മനോഭാവം രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ ഭരണവിരുദ്ധ തിരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. ഇതിനൊപ്പം BJPയുടെ പ്രചാരണം പല ഇടങ്ങളിലും വർഗീയ വിഷയങ്ങളിലേക്ക് മാറുന്നതായി വിമർശനങ്ങൾ ഉയരുന്നു. ഇത് ഒരു വിഭാഗം വോട്ടർമാരെ അകറ്റുന്ന ഘടകമായും കാണപ്പെടുന്നു. പ്രത്യേകിച്ച് മധ്യവർഗവും യുവജനങ്ങളും ഇത്തരം രാഷ്ട്രീയ സമീപനങ്ങളെ വലിയ തോതിൽ സ്വീകരിക്കുന്നില്ല എന്നതാണ് നിരീക്ഷണം. ഈ സാഹചര്യത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്ക് മുൻതൂക്കം ലഭിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒരു പുതിയ മുഖം, ജനങ്ങളോട് അടുത്തു നിൽക്കുന്ന ഒരു ഇമേജ്, കൂടാതെ UDFന്റെ സ്ഥിരമായ വോട്ട് ബാങ്ക്, ഇവയെല്ലാം ചേർന്നാൽ വിജയസാധ്യത കൂടുതൽ ശക്തമാകുന്നു. പ്രത്യേകിച്ച് യുവജനങ്ങളും ആദ്യ വോട്ടർമാരും UDFന്റെ പക്ഷത്തേക്ക് നീങ്ങുന്ന ട്രെൻഡ് ഇപ്പോൾ വ്യക്തമായി കാണുന്നു. മാറ്റം ആഗ്രഹിക്കുന്ന വോട്ടർമാർ ഈ തിരഞ്ഞെടുപ്പിൽ നിർണായക പങ്ക് വഹിക്കും എന്നതാണ് സൂചന. ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ UDF തരംഗം ശക്തമാകുന്ന ചിത്രം തന്നെയാണ് കാണുന്നത്. LDFന് ഭരണവിരുദ്ധതയും BJPക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടുകളുടെ തിരിച്ചടിയും, ഇവയെല്ലാം ചേർന്നാൽ മത്സരത്തിന്റെ ചിത്രം UDFന് അനുകൂലമായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും അവസാന തീരുമാനം ജനങ്ങളുടേതാണ്. വോട്ടെടുപ്പ് ദിനം എന്താണ് വിധി എന്ന് നമുക്ക് കാത്തിരിക്കാം. ഇത്തരത്തിലുള്ള കൂടുതൽ മണ്ഡല വിശകലനങ്ങൾക്കായി ഫോക്കസ് കേരള ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്കളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. അടുത്ത മണ്ഡലം ഏത് വേണം എന്ന് പറയാനും മറക്കരുത്.